ഹലോ ഗായ്സ്, അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ അവിടെ കാണിക്കുന്നത്. നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഞാൻ കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊന്ന് വെള്ളമൊക്കെ പറഞ്ഞ് മിക്സ് ചെയ്തിട്ട് കുറച്ച് റെസ്റ്റിന് വെച്ചിട്ട് ഞാൻ ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചു കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിലാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ സവാള ഉണ്ട്, തക്കാളി ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, പിന്നെ ഒന്ന് നമ്മളെ പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളി ഒന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലൊന്ന് വാട്ടാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നല്ല മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലൊന്ന് വാടണം കേട്ടോ. അത് വാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലൊരു ഗ്രേവി മാതിരിയൊക്കെ അങ്ങനത്തെ ആവണം. എന്നിട്ടാണ് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഗരം മസാലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത്തിരി തൈരും ഇട്ട് കൊടുത്തിരുന്നേ. എന്നിട്ട് നല്ല എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല മിക്സാക്കിയ ഗ്രേവി ഒന്ന് സെറ്റായി ഇങ്ങനെ ആവണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കനും ആഡ് ചെയ്തിട്ട് നല്ലൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിനുള്ള പരിപാടി നോക്കാം. ഇവിടെ അരി എടുത്തിട്ടുണ്ട്. ഏതരി എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ വെള്ളം കുടുക്കയിലാണ് കേട്ടോ ഞാൻ വെച്ചത്. പട്ടയും ഗ്രാമ്പും എല്ലാതും ഇട്ടു, മല്ലിച്ചപ്പ് ഇട്ടു, ഉപ്പ് ഇട്ടു, നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി അതിലേക്ക് ഇടാം കേട്ടോ. കേക്ക് വെച്ച അരിയാണ്. ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വിഷ്വൽസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ അത് അരി വെന്ത് കഴിഞ്ഞിട്ട് ഊറ്റാണ് കേട്ടോ. അത് ഞങ്ങൾ ഊറ്റാന്നൊക്കെയാണ് പറയൽ. നിങ്ങളെന്താ പറയലെന്ന് അതൊക്കെ കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് നമ്മളെ മസാലയ്ക്ക് നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിച്ചപ്പും നെയ്യും ഗരം മസാലയും എല്ലാതൊന്നിട്ട് സെറ്റാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ദമ്മിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദമ്മ് പൊട്ടിക്കണതാണ് ഈ കാണുന്നത്. നല്ലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തൈരും അച്ചാറും ബിരിയാണിയും കൂടി പൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, എല്ലാവരും നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത് ഗൈസ്. അപ്പം എന്നൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം.